പണ്ടൊക്കെ സ്കൂളൊക്കെ തുറക്കുമ്പം വൃത്തിയായിട്ട് മുടിയൊക്കെ വെട്ടി നല്ല പ്രോപ്പർ യൂണിഫോമിലൊക്കെ അന്നൊക്കെ ഞാൻ സർക്കാർ സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം അന്നൊക്കെ അങ്ങനെ ചെല്ലണം. ചെല്ലാത്ത കുട്ടികൾ ഞങ്ങൾക്കൊക്കെ പിന്നെ വേറൊന്നുമില്ല, പേരൻസിനെ ഒന്നും വിളിക്കത്തില്ല. അപ്പോഴേ നല്ല രണ്ടടി കൈ നീട്ടാൻ പറയും, ഓരോ അടി തരും. പക്ഷെ ഞാൻ ഭാഗ്യത്തിന് അതിലൊന്നും ചെന്ന് വിട്ടില്ല. കൃത്യമായിട്ട് മുടിയൊക്കെ രണ്ട് വശത്തും പിന്നി വൃത്തിയായിട്ട്, അന്ന് നമുക്ക് കളറിങ് ഒന്നുമില്ല മുടിയിലൊന്നും, എണ്ണയൊക്കെ തേച്ച് വൃത്തിയായിട്ട് നല്ല യൂണിഫോമൊക്കെ ധരിച്ച് ഉള്ളതുകൊണ്ട്, അന്നൊക്കെ ഇത്രയും ആർഭാടങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ളതുകൊണ്ട് അന്നൊക്കെ നമ്മൾ സ്കൂളിൽ പോയിരുന്നു. മാത്രമല്ല അന്നൊക്കെയുള്ള ശിക്ഷകൾ എന്ന് വെച്ചാൽ അമ്മയോടും അച്ഛനോടും ഒന്നും ചോദിച്ചിട്ടൊന്നും അടി കൊടുക്കത്തില്ല. കിട്ടേണ്ടത് അപ്പോഴും കിട്ടി വാങ്ങിച്ചിരിക്കുന്ന കുരുത്തം കെട്ട കുട്ടികളും നമ്മുടെ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ടീച്ചേഴ്സിനെ അടിക്കാൻ പറ്റില്ല, മുടി വെട്ടെന്ന് പറഞ്ഞാൽ അത് പ്രശ്നം. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് +2 വിദ്യാർത്ഥികളെ മുടി വളർത്തി സ്കൂളിൽ വന്നതിന് പ്രവേശനത്തിൽ, അതായത് സ്കൂൾ ഓപ്പണിംഗ് സമയത്ത് മുടി വെട്ടാതെ വന്നതിന് ടീച്ചേഴ്സ് എല്ലാം പിടിച്ച് വെളിയിലാക്കി. പക്ഷേ അതിൽ ഒരു ഇതെന്ന് പറയുന്ന അന്നത്തെ ദിവസം, ആദ്യത്തെ ദിവസമാണ്. നേരത്തെ ടീച്ചേഴ്സ് എല്ലാം സാധാരണ ഗ്രൂപ്പുകളിൽ മെസ്സേജ് കൊടുക്കും, പേരൻസിന് മെസ്സേജ് കൊടുക്കും, നിങ്ങൾ മക്കൾ മുടിയൊക്കെ വെട്ടി വൃത്തിയായിട്ട് പ്രോപ്പർ യൂണിഫോമിൽ വരണമെന്ന്. സർക്കാർ സ്കൂളിലെ ആണെങ്കിലും ഈ പറഞ്ഞ CBSE സ്കൂളിലൊക്കെ പേരൻസ് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ മെസ്സേജ് കൊടുക്കും. അപ്പോൾ അതനുസരിച്ച് ശ്രദ്ധിക്കേണ്ടത് പേരൻസ് ആണ്. പക്ഷെ അത് ശ്രദ്ധിക്കാതെ കുട്ടിയെ വിട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ചോദ്യം വരും. ടീച്ചേഴ്സ് എന്ത് ചെയ്തു, ഒരു ഇത് എന്ന രീതിയിൽ പുറത്ത് നിർത്തി. +2 വിദ്യാർത്ഥികളാണ്, 17 വയസ്സ് 16 വയസ്സായ കുട്ടികളാണ്. അപ്പോൾ അതിനിപ്പോൾ വലിയ വിവാദ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും എടുത്തുകൊണ്ട് നടക്കുകയാണ്. ഇത്തരത്തിൽ നമ്മളുടെ കുട്ടികളെ ഒരു ശിക്ഷണത്തിന് പോലും വിധേയരാക്കാൻ പറ്റാത്ത രീതിയിൽ മാറിയിരിക്കുകയാണല്ലോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഈ +2-ൽ പഠിക്കുന്ന കുട്ടികൾക്ക് മുടി വെട്ടിയൊക്കെ വരണമെന്ന് മെസ്സേജ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് എന്നിട്ടും കൊടുത്തിട്ടുണ്ട് എല്ലാ സ്കൂളിലും. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ അറിയാലോ സാർ. അപ്പം മെസ്സേജ് കൊടുത്ത് നിങ്ങൾ പ്രോപ്പർ യൂണിഫോമിൽ, അത് സർക്കാർ സ്കൂളിലാണെങ്കിലും ഇനി CBSE സ്കൂളാണെങ്കിലും ഏത് സ്കൂളാണെങ്കിലും ശരി, അതങ്ങനെ പേരൻസ് ഗ്രൂപ്പിൽ ഇടും, ഒന്ന് സൂചിപ്പിക്കും ഇങ്ങനെയൊക്കെ. കാരണം അടിക്കാനൊന്നും പറ്റത്തില്ല. പണ്ട് കാലത്ത് ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ എന്നൊക്കെ ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മര്യാദയ്ക്ക് നമ്മൾ തന്നെ പോയി സ്വമേധയെ വെട്ടും. ആൺകുട്ടികളാണെങ്കിൽ വെട്ടിക്കൊണ്ടേ വരൂ. അന്നൊക്കെ പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ടേ ഉള്ളൂ മുടി വെട്ടാൻ. പക്ഷെ ഇന്നത്തെ കാലം അങ്ങനെയല്ല. ഇന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടാൽ പോലും ഈ പറഞ്ഞ കുട്ടികൾ നല്ല രീതിയിലല്ല വരും. അപ്പോൾ ഇതിനൊരു ശിക്ഷ കൊടുക്കുന്നതിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ കുട്ടികളെ ശിക്ഷിക്കുന്നതിൽ എന്താണ് സർ തെറ്റ്? ഇത് ഓരോ കാലത്തും ഓരോ രീതിയിലാണ്. പണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി തോപ്പിൽ ഭാസിയുടെ നാടകമാണ്. അതിനകത്ത് ആ നായകൻ ഈ മീശ വെച്ചുകൊണ്ട് വീട്ടിലോട്ട് കയറി വരുന്നുണ്ട്. അവൻ്റെ അച്ഛൻ കണ്ടിട്ട് പെട്ടെന്ന് കയ്യങ്ങ് മറക്കുകയാണ്. മീശയും വെച്ചുകൊണ്ടാണോ വരുന്നതെന്ന് ചോദിച്ച് വലിയ ഒച്ചയും ബഹളവും ഒക്കെയായി അവിടെ. അത് അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. സ്കൂളിൽ പോകുന്നുണ്ട് പിന്നെ മുടി മുഴുവൻ വെട്ടണമെന്ന് പറഞ്ഞാൽ എവിടെ വരെ വെട്ടണമെന്നുള്ളൊരു ചോദ്യവും നിൽക്കുന്നുണ്ട്, അല്ലേ? ഇപ്പം ഞാൻ പഠിച്ച കാലത്ത് പിന്നെ 80-കളിൽ എന്നൊക്കെ പറയുന്നത് ഈ ചെവി മുഴുവൻ മറച്ചുകൊണ്ട് ഇവിടെ വരെ മുടി നീട്ടി വളർത്തും. അല്ലാതെ ഉള്ള രീതിയിൽ വെട്ടിക്കൊണ്ട് പോയാൽ ഇവൻ ഒരു അപരിഷ്കൃത ജീവിയായിട്ട് നമ്മളെ നോക്കുമെന്നുള്ളതാണ്. ബെൽബോട്ടം ബാൻഡും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിയില്ലേ? ഈ ഓരോ കാലത്തിൻ്റെ ഇതാണ്. പക്ഷേ നീട്ടി വളർത്തുകയാണെങ്കിൽ അതിനകത്തൊരു വൃത്തി ഉണ്ടായിരിക്കും. ഇപ്പോഴത്തെ ഈ വളർത്തുന്നത് എണ്ണ തേച്ചു ചീവി ഒതുക്കി ആ മുടി അങ്ങനെ തന്നെ നിൽക്കും. ഞാനും ഒരു 80 സ്റ്റുഡൻ്റ് ആണ്. അപ്പം അന്നത്തേക്ക് ആൺകുട്ടികൾ എന്ന് വെച്ചാൽ എണ്ണയൊക്കെ തേച്ച് ചീകി ഒതുക്കി അവരുടെ മുടി അതുപോലെ ഇരിക്കും. അന്ന് വലിയ മനുഷ്യ സാറിനെ പോലുള്ള മുതിർന്ന വ്യക്തികൾ, പ്രായക്കാരായ യുവാക്കളുടെ ഇടയിൽ ഇതുപോലെ മുടിയൊക്കെ ഇങ്ങനെ നമ്മുടെ മോഹൻലാലിൻ്റെ ഒക്കെ പിഴങ്ങിടും. പക്ഷെ അതിന് ഈ ഒതുക്കി മിനുക്കി അതേ ഷർട്ടൊക്കെ ഇട്ട് ഉള്ളത് വൃത്തിയായിക്കൊണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ലല്ലോ സാർ. മുടിക്കകത്ത് മറ്റേ ഹെയർ കളറൊക്കെ ചെയ്ത് സ്ട്രെയിറ്റനൊക്കെ ചെയ്ത് പറത്തി അടിച്ച് പല കോപ്രായങ്ങളാണ് വരുന്നത്. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോലും സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ കട്ട ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് പ്രോപ്പർ യൂണിഫോമിൽ വരണം. ഇത്തരത്തിലുള്ള ചില ചിട്ടകൾ സ്കൂളിൽ കൊടുക്കുന്നത് നല്ലതല്ലേ? നമ്മൾ ഇതിന് ഒരു സ്കൂൾ ഒരു കോഡ് ഉണ്ട്, അതനുസരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഈ മറ്റ് സ്കൂളുകാരൊക്കെ ചെയ്യുന്നുണ്ട്, ഈ CBSE അൺഎയ്ഡഡ് സ്കൂളുകാർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കും ഇപ്പോൾ ഒരുപാട് ഫോഴ്സ് ചെലുത്താൻ പറ്റത്തില്ല. ഈ മുടി വേണേ നഖമോ എന്ത് വേണേ നീട്ടി വളർത്തിക്കോ എന്നുള്ള മട്ടില്ലെങ്കിൽ ടീച്ചേഴ്സ് ഒഴിഞ്ഞു മാറിപ്പോകും. കാരണം എന്തെങ്കിലും പരാതി പിന്നെ ഇത് ഇങ്ങനെ ചെയ്യണം, കറക്റ്റ് ചെയ്ത് വരണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരെ പോയി ബാലാവകാശ കമ്മീഷനെ സമീപിക്കും.
പിന്നെ ടീച്ചർ കയറി ഇറങ്ങേണ്ടി വരും. ബാലാവകാശ കമ്മീഷൻ കുട്ടിയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു, മാനസികമായിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പിന്നെ കുട്ടികൾക്ക് തന്നെ ഈ ഒരു ഓവറായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം വേണം കുട്ടികൾക്ക്. അത്യാവശ്യത്തിന് ഇപ്പം കോടതി തന്നെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടൊരു കാര്യമുണ്ട്, ആവശ്യമെങ്കിൽ വടിയെടുത്തോളാനായിട്ട്. പക്ഷെ ചിലയിടങ്ങളിൽ ഈ വടിയെടുത്തോളാൻ പറഞ്ഞാലുണ്ടല്ലോ, ചില അധ്യാപകരും അധ്യാപികമാരും ഉണ്ടല്ലോ ഈ മാടിനെ തല്ലുന്ന പോലെ ഒരു തല്ലും അത്തരത്തിലുള്ള ചില സ്വഭാവമുണ്ട്. ഞാൻ വടിയെടുക്കത്തില്ലായിരുന്നു. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പഠിപ്പിച്ചത് മലയാളമാണ്, എൻ്റെ ഭാഷയുണ്ട്, ആ ഭാഷ കൊണ്ട് ഞാൻ കുട്ടികളെ ക്ലാസ്സിൽ ഇരുത്തുമായിരുന്നു. അല്ല, ഇന്നിപ്പോ സാറ് CBSE സ്കൂളിലായിരുന്നല്ലോ, മലയാള ഭാഷ ഒരു ഇതിൽ നിന്നായിരുന്നു. മറ്റേത് അങ്ങനെയല്ല, ഞങ്ങളൊക്കെ മലയാള ഭാഷ പഠിച്ചു വന്നവരെ മൊത്തത്തിൽ മലയാളം മീഡിയം. പിന്നെ ചില ടീച്ചർമാർക്കൊക്കെ വലിയ കുഴപ്പമുണ്ട് കേട്ടോ. ഒരു ആണും പെണ്ണും കൂടെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് ഈ ടീച്ചർമാർക്ക് സഹിക്കത്തില്ല, പ്രേമം അവർക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. ചില ആണുങ്ങൾക്കും ഉണ്ട്, വലിയ കുഴപ്പമാണ്. ഉടനെ അവനെ അതിൻ്റെ പിന്നാലെ പോയി ഇവരെന്താണ് എവിടൊക്കെ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്, ഇവരെന്തൊക്കെയാണ് കൈമാറുന്നത്, അവരുടെ ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോൺ തപ്പിയെടുക്കുക, അതിനകത്തുള്ള വാട്സാപ്പ് ചാറ്റിങ് എന്താണെന്നൊക്കെ നോക്കുന്ന കുറെ കാരണമാണ്. സാറ് അതേപോലെ കുറ്റം പറഞ്ഞിട്ട് കാര്യം. ഇന്ന് ഇൻസ്റ്റാ, വാട്സാപ്പ്, മറ്റേന്ന് വെച്ചാൽ നമ്മൾ ഈ സ്കൂളിൽ കാണുന്ന ഇതേ ഉള്ളൂ. സ്കൂൾ തലങ്ങളിൽ പോലും നമ്മൾ അങ്ങനെ പ്രണയമൊന്നുമില്ല. ഇപ്പൊ എന്റെയൊക്കെ കാലഘട്ടത്തിൽ നമുക്ക് ആൺകുട്ടികൾ നമ്മളോടൊപ്പം ഉണ്ട്, നമ്മുടെ കൂടെ ഇരുന്ന പഠിക്കുന്നത്. പക്ഷെ അവരോടൊന്നും നമുക്ക് പ്രണയമൊന്നുമല്ല. അവർ എവിടെയൊക്കെ ചാടുന്നോ അതിനനുസരിച്ച് ഏതെല്ലാം സ്പോർട്സിലുണ്ടോ അതിനൊപ്പം നമ്മൾ നിൽക്കാനാണ് നിൽക്കുന്നത്. ഇപ്പൊ ഫുട്ബോൾ കളിക്കാന്ന് ഇടം ഞങ്ങളെ കൂടെ വിളിക്കുക, കൂട്ടുകാരാണ്. അവിടെ സൗഹൃദമായിരുന്നു കൂടുതൽ വില കൽപ്പിച്ചിരുന്നത്. പിന്നീട് ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ 9ാം ക്ലാസ് ഒക്കെ ലെവലിൽ എത്തുമ്പോഴാണ് ചെറിയ ചെറിയ പ്രണയങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ വരുന്നത്. 9, 10ലൊക്കെ അതും അപൂർവമായിട്ടാണ്. 9ാം ക്ലാസ്സിൽ പ്രണയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ വന്നിട്ട് അതല്ല, ഈ ദൂരെ നിന്നുള്ള പ്രണയങ്ങളാണ് അത്. ഒരു പക്ഷേ ഒരു നോട്ടം കൊണ്ട് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴേ, കൈ കഴുകാൻ പോകുമ്പോഴൊക്കെ ഒരു നോട്ടം, അത് അവിടെ കൊണ്ട് തീരും. പിന്നെ സ്കൂൾ വിട്ടതിന് ശേഷം ചിലപ്പോൾ കുറച്ച് നേരമൊക്കെ പുറകെ വരും. അതിനപ്പുറം ഒരു പ്രണയമൊന്നും വലിയ രീതിയിൽ പോകില്ല. കാരണം അങ്ങനെയുള്ള സാഹചര്യങ്ങളില്ല നമുക്ക്. ഒരാൾ പ്രണയബന്ധത്തിൽ ആകുക എന്ന് പറയുന്നത് തന്നെ അന്ന് വലിയൊരു കുറ്റമായിരുന്നു. ഇന്ന് അതല്ല കുറ്റി, ഇന്ന് ഇല്ലാത്തതാണ് പ്രശ്നം. ലവർ ഇല്ലാത്തതാണ് ഇന്നത്തെ കുട്ടികളുടെ ഇടയിൽ പ്രശ്നമായിട്ട് വന്നത്. അപ്പൊ കാലം മാറി. കാലം മാത്രമല്ല സാറിന് അറിയില്ല, കൊച്ചു കുട്ടികൾ തന്നെയാണ് ഈ അന്നത്തെ പ്രണയം വെച്ചാൽ ഒരു ശാരീരിക ബന്ധത്തിലോട്ടല്ല പോകുന്നത്. ഇന്നത്തെ പ്രണയം അങ്ങനെയല്ല. ഒരു വട്ടം കണ്ടു ഐ ലവ് യു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എവിടെ വെച്ച് മീറ്റ് ചെയ്യാം, ഡേറ്റ് ചെയ്യാം, ഡേറ്റിങ്ങിലോട്ടാണ് പോകുന്നത്. അപ്പൊ അതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ കുറച്ചുകൂടി ടീച്ചേഴ്സ് വടി എടുക്കേണ്ടുന്നതല്ലേ? അങ്ങനെ വരുമ്പോ എന്താണെന്നറിയാമോ, അനാവശ്യമായിട്ട് പൊതുവെ ഈ അധ്യാപകൻ എന്നാൽ ചൂരലിന്റെ മനുഷ്യാവതാരമാണോ എന്നൊരു ചോദ്യം. സാർ, വടിയെടുക്കാത്തതിന്റെ എല്ലാ പോരായ്മകളും നമ്മളുടെ വടിയല്ല, വാക്കിലും ഇവരെ നിർത്താമെന്നുള്ളതാണ്. ശാസിച്ച് നിർത്താം, വഴക്ക് പറയണ്ട, അതിൻ്റെ രീതിയിൽ വഴക്ക് പറയാം. അടികൊണ്ട് തല്ലാനായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ഈ പലരും അത് ദുരുപയോഗം ചെയ്യും. ഇപ്പൊ കുട്ടികൾ മുടി നീട്ടി വളർത്തുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ചില സ്കൂളുകളിൽ ഇന്നത്തെ ടീച്ചർമാരുണ്ട്, അല്ല ഇതിപ്പോ അടി കൊടുത്തില്ല, അടി കൊടുക്കാതെ പുറത്തിറക്കി നിർത്തിയതിനും ഈ സമീപകാലത്ത് ഞാൻ വായിച്ചതാണ്. ഏതോ ഒരു സ്കൂളിലെ പിന്നെ ഒരു ടീച്ചർ ജീൻസ് ഇട്ടിയെന്നു, ആ ടീച്ചറിനെ അവിടുന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ്. ആ ജീൻസ് ഒന്നും ഇട്ട് പാടില്ല, അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും പഠിപ്പിക്കാൻ ചെല്ലുന്നുണ്ട് ജീൻസ് വിട്ടും അല്ല ചെല്ലേണ്ടത്, അതിൻ്റെതായ വേഷവിധാനം. ഇപ്പൊ നമ്മുടെ സംസ്ഥാന സർക്കാർ പിന്നെ കേരളത്തിൽ ചുരിദാർ അനുവദിച്ചിട്ടുണ്ട്. അല്ല, ചുരിദാർ തന്നെ മാന്യമായ വേഷം എന്ന് പറയാം. പക്ഷെ സാരി എന്ന് പറയാൻ ഏറ്റവും സാറിനോട് പറയാൻ ഏറ്റവും ഒരു സെക്ഷൽ അപ്പിയറൻസ് ഉള്ള ഒരു വേഷം എന്ന് പറയുന്നത് സാരി തന്നെയാണ്. അത് പുറം രാജ്യങ്ങളിലുള്ള സ്ത്രീകളും ധരിക്കും. പക്ഷെ ധരിക്കേണ്ടുന്ന പല രീതിയിലാണ്. സാരി പല രീതിയിൽ ഉപയോഗിക്കാം. ഇപ്പൊ ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന വെച്ചാൽ പ്ലീറ്റ് ഒക്കെ നന്നായിട്ട് മറച്ച് അവര് ബ്ലൗസ് ഇറക്കമൊക്കെ കുറച്ച് ആ രീതിയിൽ. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അവർ ഉടുക്കുന്ന ഒരു സാരി പാറ്റേൺ ഉണ്ട്. അതേസമയം ഒരു മോഡൽ ഉടുക്കുന്ന സാരി പാറ്റേൺ വെച്ച് ഉടുത്തോണ്ട് പോയാൽ അവിടെ ബോർഡിൽ തിരിഞ്ഞ് എഴുതുമ്പം പയ്യന്മാര് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലോ മറ്റോ ഒക്കെ എടുത്തിട്ട് അത് ഇടുക. പക്ഷെ അപ്പം ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു വിഷയമായിട്ട് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും വേഷവിധാനങ്ങളും അതേപോലെ തന്നെ ടീച്ചേഴ്സിന്റെ പെരുമാറ്റവും ഇതെല്ലാം ഒരു കുട്ടിയെ വളരെ ഇൻസ്പയർഡ് ആക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഈ പറഞ്ഞോണം കൗമാര 10ാം ക്ലാസ് 11ാം ക്ലാസ് 12ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ അവരുടെ മെച്യൂർഡ് ആവുന്ന പ്രായമാണ്. ആ പ്രായത്തിൽ ആൺകുട്ടികളുടെ മുൻപിൽ ഇത്തരത്തിൽ ടീച്ചേഴ്സ് വസ്ത്രധാരണമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ അവർക്ക് കാണണമെന്നില്ല. അവർ കാണുന്ന ഒരു കണ്ണ് വേറെ ആയിരിക്കും. അപ്പോൾ ഒരു ടീച്ചർ, ഒരു അമ്മ പരിവേഷമായിരിക്കും എപ്പോഴും ടീച്ചർമാർക്ക് ആൺകുട്ടികൾ നൽകുന്നത്.
അപ്പോൾ ആ ഒരു അമ്മ പരിവേഷത്തിൽ തന്നെ ഒരു ടീച്ചർ വരണം എന്നുള്ളതാണ് സാർ ആ ഡ്രസ് കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ തിരിച്ച് ടീച്ചേഴ്സ് വീണ്ടും ബടിയെടുക്കേണ്ടെന്ന് അല്ലേ നല്ലത് എന്നൊരു അല്ല, ചോദ്യം മുടിയൊക്കെ നീട്ടി മുടി വളർത്താം, അതിനെ ഒരു മാന്യതയോടുകൂടി വളർത്തുക. നീട്ടി വളർത്തി കിടന്നാലും ഭംഗിയുണ്ട്. അത്തരത്തിൽ ഇത് ഈ ഒരാൾ ഞാൻ മുടി നീട്ടി വളർത്തുമ്പോഴേ അടുത്തിരിക്കുന്ന കുട്ടിക്ക് അസൗകര്യം ഉണ്ടാകരുത്. ഇപ്പോഴത്തെ ചിലരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്നതാണ്, നമ്മൾ കണ്ടു ഭയന്നു പോയിട്ടുണ്ട്. ഇതെന്താ മാത്രമല്ല, കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞുള്ള കുട്ടികളുടെ നേരെ ചെറിയ ചെറിയ വടികൾ എടുക്കുന്നത് ഒരു പക്ഷെ നല്ലതല്ലേ, ചെറിയ ശിക്ഷണങ്ങളൊക്കെ നൽകുന്നത്. അതും ആകാം അത്യാവശ്യത്തിന് എന്നുള്ളതാണ്.